രോഗിയുടെ സ്ഥിതി അതേപോലെ തന്നെ തുടരുന്നുണ്ട്. വൈറ്റൽസ് സ്റ്റേബിളാണ് എങ്കിലും ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത്. ഇതുവരെ നമ്മുടെ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തിയതിൽ 49 കോണ്ടാക്ട്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. 49 കോണ്ടാക്ട്സ്. ഇതിൽ ഈ സമ്പർക്ക പട്ടികയിലുള്ളവരിൽ 6 പേർക്ക് ചെറുതായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷേ സിംറ്റംസ് ഉള്ളവരുടെ എല്ലാം തന്നെ സാമ്പിൾസ് എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാമ്പിൾസ് എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ 12 പേര് കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ്, ഹൈ റിസ്ക് കോണ്ടാക്ട്സ് ആണ്. അതുപോലെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 3 പേര്, ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ, പിന്നെ 2 ലാബുകളുണ്ട്, മറ്റൊരു ഫാർമസി ഉണ്ട്. ഞാനിപ്പോൾ റൂട്ട് മാപ്പ് വായിക്കുമ്പോൾ അതുകൂടി പറയാം. റൂട്ട് മാപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു. അതുകൂടാതെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ 25 പേർ. അപ്പോൾ ഹൈ റിസ്ക് കോണ്ടാക്ട്സ് 45 പേരുണ്ട് ഈ 49 പേരിൽ. ബാക്കി സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ, ഈ വിട്ടുപോയിട്ടുള്ളവർ, ഇനി ആരെയൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഇന്ന് വളരെ ശാസ്ത്രീയമായി കൂടി അത് നമ്മൾ ആ പ്രവർത്തനം നടത്തുകയാണ്. പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ആരെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അതുപോലെ ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ പൊതുജനാരോഗ്യ അധികാരി എന്നുള്ള നിലയിൽ DMOയ്ക്കും ആ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇതിൽ 5 പേരാണ്, സിംറ്റംസ് ഉള്ള 5 പേര് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലുണ്ട്. ഒരു ആൾ ഈ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സാണ്, മറ്റൊരു ജില്ലയിലാണ്, എറണാകുളം ജില്ലയിലാണ് ഉള്ളത്. അത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അവിടെ ആശുപത്രിയിലേക്ക് ഐസൊലേഷനിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഇവരിൽ 5 പേരുള്ളത് ഐസൊലേഷനിലായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ളത്. അതുപോലെ എറണാകുളത്ത് ഉള്ള വ്യക്തിയും ഐസൊലേഷനിലായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആശുപത്രിയിലേക്ക് ഐസൊലേഷനിലാക്കുന്നത്. റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൽ ഭേദഗതികൾ വരാം. കാരണം പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. രോഗിയുടെ ബന്ധുക്കളുമായിട്ടും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുമായിട്ടും ഒക്കെ തന്നെ ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. 25-ാം തീയതിയാണ് പനി തുടങ്ങിയത്. 26-ാം തീയതി വളാഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് കാർ മുഖേന ഡോക്ടറുടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. തിരിച്ച് ഹസ്ബൻഡിൻ്റെ ബൈക്കിലാണ് വീട്ടിലെത്തിയിട്ടുള്ളത്. 27-ാം തീയതി വീട്ടിലാണ് ഉണ്ടായിരുന്നത്. 28-ാം തീയതി വീണ്ടും അവിടെ വീട്ടിൽ നിന്ന് ബൈക്കിൽ ഹസ്ബൻഡിനൊപ്പം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയിട്ടുണ്ട് വളാഞ്ചേരി. വീട്ടിൽ തിരിച്ച് അങ്ങനെ തന്നെ ബൈക്കിൽ വീട്ടിൽ തിരിച്ചു പോയിട്ടുണ്ട്. 29-ാം തീയതി വീണ്ടും വീട്ടിൽ നിന്ന് അവിടെ ഒരു ലാബിൽ പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആ ലാബിലൊരു സുധർമ്മ ലാബ് എന്ന് പറഞ്ഞൊരു ലാബിലാണ് അവിടെ പോയിട്ടുണ്ട്. ഡോക്ടറുടെ ക്ലിനിക്കിൽ പോയിട്ടുണ്ട്. പിറ്റേ ദിവസം 30-ാം തീയതി വീട്ടിൽ നിന്ന് ലാബിൽ പോയി വീണ്ടും പരിശോധന നടത്തിയിട്ടുണ്ട്. അതൊരു ബ്രദേഴ്സ് ലാബ് എന്ന് പറഞ്ഞൊരു ലാബിലാണ് പരിശോധിച്ചിട്ടുള്ളത്. 1-ാം തീയതി വീട്ടിൽ നിന്ന് ബൈക്കിൽ വീണ്ടും ലാബിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ബ്രദേഴ്സ് ലാബ്. പിന്നെ ഡോക്ടറുടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടർ വിനീതയുടെ ആണ് കൺസൾട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ പേവാർഡായിരുന്നു, പക്ഷെ റൂമാണ്. കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നു 10 മുതൽ 11 വരെയുള്ള സമയം. പിന്നെ റൂമിലാണ് ഉണ്ടായിരുന്നത്. റൂമിൽ നിന്ന് 2-ാം തീയതി ICUയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഉള്ളത്. അപ്പോൾ ഈ റൂട്ട് മാപ്പ് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ തന്നെ നൽകുന്നതാണ്. ഇന്നലെ പറഞ്ഞതുപോലെ അസ്വാഭാവികമായിട്ടുള്ള ഡെത്തൊന്നും ഈ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ആനിമൽ ഡെത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനുശേഷം സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഭോപ്പാൽ ലാബിലേക്ക് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് അയക്കുന്നുണ്ട്. ഇന്ന് തന്നെ അയക്കും. ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്.
പിന്നെ 25 കമ്മിറ്റികൾ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ 25 കമ്മിറ്റികൾ ഫീൽഡിൽ അവർ പോകേണ്ടവർ പോയിട്ടുണ്ട്. ഫീവർ സർവൈലൻസ് ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള പരിശീലനം ആർക്കെങ്കിലും വേണമെങ്കിൽ, മലപ്പുറം ജില്ല പൊതുവെ ഈ രീതിയിൽ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരാണ് ഉള്ളത്. പക്ഷേ ആർക്കെങ്കിലും ഇനി കിട്ടാനുണ്ടെങ്കിൽ, ട്രെയിനിങ് കിട്ടാനായിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിങ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പാരലലായിട്ട് നടക്കുന്നുണ്ട്. ജില്ലയിലെ മുഴുവൻ, അതോടൊപ്പം സമീപ ജില്ലകളിലെയും ഒക്കെ തന്നെ നമ്മൾ കേസസ് അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്.